ഹായ് ഓൾ വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ PWD ലൈൻമാൻ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏപ്രിൽ 30 ഇറങ്ങുന്നു പറഞ്ഞു. ഏപ്രിൽ 30 ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഒന്ന് ഡിലേ ആയി പോയതാണ്. അപ്പോൾ PWD അതേ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നും എത്ര വേക്കൻസി എന്നൊക്കെ നമുക്ക് നോക്കാം. ബിടെക്കാർക്ക്, ഡിപ്ലോമക്കാർക്ക് ഒക്കെ വേണ്ടി പറ്റുന്ന കാര്യമെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാറ്റഗറി നമ്പർ 32/2025 PWDയിലേക്കാണ് വിളിച്ചേക്കുന്നത്. ലൈൻമാൻ 26,500 തൊട്ട് 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലേക്കാണ് വിളിച്ചേക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിലാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് 19 തൊട്ട് 36 വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. കറസ്പോണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SST 5, അതേപോലെ OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത് ആഫ്റ്റർ ഹാവിംഗ് അണ്ടർഗോൺ എ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് നോട്ട് ലെസ് ദാൻ 1 ഇയർ ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നേഷൻ ബൈ ഗവൺമെന്റ്. അതേപോലെ MGT അല്ലെങ്കിൽ KGT സർട്ടിഫിക്കറ്റ് വേണം. ഇലക്ട്രിക്കൽ ലൈറ്റ് ആൻഡ് പവർ. അതുപോലെ ഗ്രേഡ് 3 സർട്ടിഫിക്കറ്റ് ആസ് ഇലക്ട്രീഷ്യൻ ഓർ ലൈൻമാൻ ഫ്രം WTTTC, അതായത് വാർ ടെക്നിക്കൽ ട്രെയിനിങ് സെന്റർ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിൽ ഇക്വൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇക്വൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ കേസിൽ. IT, ITC, വയർമാൻ, NAC, ഇലക്ട്രീഷ്യൻ, KGC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, KGC ഇലക്ട്രിക്കൽ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതേപോലെ BTech ഇലക്ട്രിക്കലി ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ MTech പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇക്വൽ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ BTech-കാർക്കും ഡിപ്ലോമക്കാർക്കും എല്ലാം ഇത് അപ്ലൈ വേണ്ടി പറ്റുന്ന പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ജൂൺ 4 വരെ നിങ്ങൾക്ക് എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. കേരള പേസിന്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ജൂൺ 4 ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ആർക്ക് ഈ ഒരു പോസ്റ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിവേ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.